ഫെയറോ ബൈ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫെയറോ ബൈ ഷോപ്പി ചിറ്റാരിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറ്റാരിക്കൽ മുണ്ടമറ്റം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഈസ്റ്റ് ലേഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു. ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ആരംഭിക്കുന്നത്. ആ പ്രതീക്ഷ എന്നുള്ളത് അവർ നടത്തുന്ന സേവനങ്ങൾ എന്തുമാത്രം ജനങ്ങളിൽ എത്തുന്നു എന്നതിനെ അനുസരിച്ചാണ് അതിന് വിജയമിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഫെയറോ ഈ ഒരു ഷോപ്പ് അത് ഒരു പ്രസ്ഥാനം അല്ല, ഒരുപടി ആളുകളുടെ പ്രസ്ഥാനമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംരംഭം എന്ന നിലയിൽ കുറേ അധികം ആളുകൾക്ക് അതിൽ നിന്നും വരുമാനം ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റുകളുടെ ഗുണം, അതിൻ്റെ മേന്മകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയും സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന വില വിതരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഒരു നല്ല പ്രസ്ഥാനമായി, നല്ല സംരംഭമായി ഇത് നിലനിർത്തും എന്ന കാര്യം സംശയിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും നിർമ്മിച്ച് പറയുന്നില്ല. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ സംരംഭം ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാനും ഓരോ ദിവസവും ഇത് വളർന്ന് നന്നായി ഇവിടെ പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഫെയറോ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയി ചന്മച്ചിയാനിക്കൽ മുഖ്യാതിഥിയായിരുന്നു. ഫെയറോബൈ.com ഡയറക്ടർമാരായ മുഹമ്മദ് ബഷീർ, പ്രതീഷ് പ്രേമൻ എന്നിവരും ജയേഷ്, ഗായത്രി ദേവി, അഭിലാഷ് വാഴോന, വിൻസ് അഗസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. പലപ്പോഴും പല സംഭവങ്ങളും പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും ഒക്കെ കിട്ടുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടാവും. അതുപോലെ കുറേ കാലത്തെ താല്പര്യത്തിൽ നടത്തണം എന്ന ആഗ്രഹത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് ഫെയറോ ബൈ ഷോപ്പി എന്നിപ്പോൾ ആരംഭിക്കുന്നത്. അപ്പം ഇതിലേക്ക് വന്ന വ്യക്തികളെ, വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളിലേക്ക് അവർ നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരത്തോടുകൂടെ അത് അവർക്ക് റീസണബിൾ ആയുള്ള വിലക്ക്, മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചോ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അതൊരു വരുമാന മാർഗമായിട്ട് കൈക്കൊണ്ടുകൊണ്ട് മനസ്സിലായിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു കുടുംബത്തിന് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റവും, അതായത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു സിസ്റ്റം പ്രകാരം അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഇതിൽ ഓരോ പ്രൊഡക്റ്റുകളും ഇതിലിപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് ഹോം കെയർ ഉണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട് തുടങ്ങി ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതോടേക്കും ഓൾമോസ്റ്റ് എല്ലാ മേഖലയും, ഡ്രസ് ഐറ്റംസ് എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പം ഇത് ഈ ഒരു സമയം കൊണ്ട്, ഒരു വർഷം കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന, ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോർ വിൻസാറെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വീട്ടിൽ വളരെ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചതാണ്. കഴിഞ്ഞ മെയ് മാസത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ജൂൺ മാസത്തിൽ തുടക്കം കുറിച്ചതാണ്. ഈ ഒരു സമയം കൊണ്ട് ആ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു സ്റ്റോറിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു. അതിന് കഴിഞ്ഞ അദ്ദേഹത്തിനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, അമ്മയടക്കം എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിയുമ്പോൾ. ഓരോ മേഖലകളും വളരെ ശ്രദ്ധിച്ച് നീങ്ങിയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊരു സ്റ്റാർട്ടപ്പാണ്. ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ഏതാണ്ട് എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞവരെ നിത്യോപയോഗ സാധനങ്ങൾ, അതുപോലെ പല എല്ലാ സാധനങ്ങളും വരാനുണ്ട്.
ഇങ്ങനെ ഓരോ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ഈ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് ക്വാളിറ്റി ഉള്ളതാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമേ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ബഷീർ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം ജൂൺ മാസം 30-ാം തീയതി 30-ാം തീയതി ഒരു വീട്ടിൽ വെച്ചൊരു ഹോം ഷോപ്പി എന്നുള്ള കൺസെപ്റ്റിൽ തുടങ്ങി ഇപ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റോറിലേക്ക് മാറ്റി ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയും ഒരു ടീം ബിൽഡിംഗ് എല്ലാവരും ചേർത്തൊരു ടീം ബിൽഡിംഗ് കൂടെ നടത്തുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടും സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഈ നാട്ടുകാരോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജോയിച്ചൻ മച്ചിയാനിക്കൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന സാധനങ്ങളായ പേസ്റ്റ്, സോപ്പ്, ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, കോസ്മെറ്റിക്, ബ്യൂട്ടി പ്രോഡക്റ്റ്, ഷാംപൂ, നോനി ക്രീം, സിറം, സ്പ്രേകൾ കൂടാതെ ഹോം കെയർ ഐറ്റംസ്, ബാഗുകൾ, വസ്ത്രങ്ങൾ എന്നിവയും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്.